ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ലൂയി മോൺഫോർട്ട് പുണ്യാളൻ പറയുന്നത് ഇപ്രകാരമാണ്: പിതാവായ ദൈവം ഭൂമിയിലെ വെള്ളത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടി അതിന് മാരിസ് അഥവാ കടൽ എന്ന് പേര് നൽകി. അവിടുന്ന് സകല കൃപാവരങ്ങളും ഒരുമിച്ച് ചേർത്ത് മറിയം എന്ന് പേരിട്ടു. പരിശുദ്ധ അമ്മയാണ് സകല കൃപകളുടെയും നിക്ഷേപവും വിതരണക്കാരിയും. ഈശോയിൽ നിന്ന് എല്ലാ കൃപകളും നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയാണ്. നമ്മുടെ രക്ഷയിൽ പരിശുദ്ധ അമ്മ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ച സമയം മുതൽ പരിശുദ്ധ അമ്മ രക്ഷാകര ദൗത്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ മെത്തഡിയോസ് പരിശുദ്ധ അമ്മയോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: ദൈവമാതാവേ, ഞങ്ങളെല്ലാവരും കർത്താവിന് കടപ്പെട്ടവരാണ്. എന്നാൽ കർത്താവാകട്ടെ അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവിടത്തേക്കില്ലാതിരുന്ന ആ മനുഷ്യ സ്വഭാവം, മനുഷ്യ ശരീരം അങ്ങാണല്ലോ അവിടത്തേക്ക് നൽകിയത്. നമ്മുടെ കർത്താവ് ഈശോ ശരീരം സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. ഈ ശരീരമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മുറിയപ്പെട്ടത്. അനുദിനം വിശുദ്ധ കുർബാനയിൽ മുറിയപ്പെടുന്നത് നാം ഉൾക്കൊള്ളുന്നതും ഈ തിരുശരീരമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി നൽകി. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാനവരാശിയെ മുഴുവനും നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ തന്നെ പരിമേൽപ്പിച്ചു. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായിട്ടാണ് പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ ചേർന്ന് നിന്നതുപോലെ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അമ്മ നമുക്ക് വേണ്ടി ഇന്നും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ തൻ്റെ മരണശേഷം തൻ്റെ ആത്മീയ പിതാവായ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വലിയ പ്രകാശവലയത്തിലാണ് വിശുദ്ധൻ കാണപ്പെട്ടത്. അപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ ഡൊമിനിക്കിനോട് ചോദിച്ചു: നീ ജീവിതകാലത്ത് ഒരുപാട് പുണ്യങ്ങൾ അഭ്യസിച്ചിരുന്നല്ലോ, എന്നാൽ ഇതിലേത് പുണ്യമാണ് സ്വർഗത്തിലെത്താൻ നിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്? അപ്പോൾ വിശുദ്ധ ഡൊമിനിക് ഇങ്ങനെ മറുപടി പറഞ്ഞു: പിതാവേ, സർവ്വവല്ലഭയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയും അമ്മയുടെ മാധ്യസ്ഥവുമാണ് എന്നെ ഏറ്റവും അധികം സഹായിച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 969 ഖണ്ഡികയിൽ സഭ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മാധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകയെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ ബഹുമതി പേരുകളിൽ വിളിച്ചപേക്ഷിക്കുന്നു. നമുക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാം. അമ്മയുടെ വിമല ഹൃദയത്തിലായിരിക്കാം. ജപമാലയിലൂടെ വിശുദ്ധിയിൽ വളരാം. പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.